So today's topic is translation in eukaryotes. See, what is the process of translation that we know? We are already studied the prokaryotic translation as well as the transcription. The translation process both in pro and eukaryotes are more or less same, but some basic differences showing the pro and eukaryotes. Overall mechanism, that is the basic steps in prokaryotes and eukaryotes are same, but the organization of the body is also different. Prokaryotes, it has the nucleoid instead of nucleus. In eukaryote, the nucleoplasm or the nuclear membrane, all those differentiations are absent in prokaryotes. So the synthesis of mRNA or the protein translation, the synthesis of protein, that is happening during the time of transcription itself. So there is no need of the complicated mode of transcription or the post-transcriptional modifications. All those processes generally absent in the case of prokaryotes, whereas in eukaryotes, the synthesis of mRNA as well as the post-transcriptional modifications means the maturation of the mRNA, and after that the capping, tailing, all that processes are seen in eukaryotes. After that, the messenger RNA coming out of the nucleoplasm through the nuclear membrane or the nuclear pore, it reaches the cytoplasm and they met with the different factors, then enzymes, then the ribosomes, etc., etc. But in the case of prokaryotes, whenever and wherever the synthesis of mRNA is happened, the protein synthesis or the translation is also started just after the formation of messenger RNA. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്താണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്? പ്രൊകാരിയോട്ടിക് ആൻഡ് യുക്കാരിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റീസൺ ആണ് പറയുന്നത്. പ്രൊകാരിയോട്സിനകത്ത് ന്യൂക്ലിയസ് ഇല്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രൈൻ ഇല്ല. ദർ ഇസ് നോ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോപ്ലാസം ആൻഡ് ദ സൈറ്റോപ്ലാസം. അങ്ങനെയൊന്നുമില്ല. അവിടെ ഡയറക്റ്റ് ആയിട്ട് മെസ്സഞ്ചർ RNA അവിടെയുള്ള സൈറ്റോപ്ലാസത്തിനകത്തല്ലേ ഫ്ലൂയിഡ് മെറ്റീരിയലിനകത്തേക്ക് വീഴുകയാണ്. അതുപോലെ റൈബോസോംസ് എന്ന് പറയുന്ന തരത്തിലുള്ള വലിയൊരു സ്ട്രക്ചർ ഒന്നും അല്ല അവിടെ കാണുന്നത്. We know the 70S and 80S in pro and eukaryotes respectively. So it shows some differences. അതിന്റെ മീനിങ് അത് തന്നെയാണ്. 70യും 80യും ആണെന്ന് പറയുമ്പോൾ അതിന് ഡിഫറൻസും ഉണ്ട്. അപ്പൊ 70യിലാണ് പ്രൊകാരിയോട്സിൽ നടക്കുന്നത്. അത് സൈറ്റോപ്ലാസത്തിനകത്ത് എവിടെയുണ്ടോ അവിടെ ഈ മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്ന അനുസരിച്ച് തന്നെ അതിന്റെ അടുത്തേക്ക് ഈ പറയുന്ന എല്ലാ കോംപ്ലക്സസും വരികയും ഉടൻ തന്നെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ mRNA കംപ്ലീറ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ mRNA ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്തും തുടങ്ങുന്ന ഒരു രീതിയാണ് പ്രൊകാരിയോട്സിനകത്ത് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യുക്കാരിയോട്സിനകത്ത് അങ്ങനെയല്ല, അത് കുറച്ച് ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ന്യൂക്ലിയർ മെംബ്രൈൻ അതിനെ ന്യൂക്ലിയസിനെ ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയർ പ്ലാസത്തിനകത്ത് mRNA കംപ്ലീറ്റ് ആയിട്ടും ഫോം ചെയ്ത് അവിടുന്ന് റിലീസ് ചെയ്ത് ആദ്യം തന്നെ അവിടെ വീഴുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് പ്രിമച്വർ ആയിട്ടുള്ള ഒരു mRNA ആണ്. ആ പ്രിമച്വർ mRNA ഫസ്റ്റ് മച്വർ ആകും. ആ മച്വറേഷന് പറയുന്ന പ്രോസസ്സസ് ആണ് നമ്മൾ പറഞ്ഞ ക്യാപ്പിംഗ്, ടെയിലിംഗ് ആൻഡ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം mRNAയുടെ ലെങ്ത് ഒക്കെ കുറഞ്ഞു,
അതിനകത്ത് എക്സോൺസിനെ മാത്രം അല്ലെങ്കിൽ ഫങ്ഷണൽ സീക്വൻസസിനെ മാത്രം ക്യാരി ചെയ്യുന്ന mRNA-യുടെ ഒരു സീക്വൻസ്, ഒരു മാല, അതാണ് ന്യൂക്ലിയസിൽ നിന്നും ക്യാപ്പും വെച്ച് ടെയിലും പിടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ കംപ്ലീറ്റ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നതിന് ശേഷം മാത്രം, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിനും ശേഷം മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ട്രാൻസ്ലേഷൻ യൂക്കാരിയോട്സിനകത്ത് നടക്കത്തുള്ളൂ. അത്രയും കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ് ഷോയിങ് ദ യൂക്കാരിയോട്ടിക് ട്രാൻസ്ലേഷൻ ഫ്രം പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സിൽ നിന്നും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ്, മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്ത് കാണാം. ഇതിനകത്താണ് യൂക്കാരിയോട്സിനകത്ത്. നമ്മൾ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പ്രൊക്കാരിയോട്ടിനകത്ത് അതിന്റെ റൈബോസോമൽ സബ് യൂണിറ്റ്സിന് തൊട്ട് ഡിഫറൻസ് ഉണ്ട്. Then see, the composition of eukaryotic ribosomal subunit is also more complex than the prokaryotic subunits, but the function of each subunit is essentially the same as in prokaryotes. Anyway, the ribosomal subunits in pro and eukaryotes are different. Adinte difference-um complexity-um much different aanengilum, essentially the function of both the subunits are same aanu, allengil avaru cheyyuna duty orupoleyaanu. There are some differences seen between these two, but basically the function is same. See, the eukaryotes nagathu the mRNA is monocistronic, means endana mRNA codes a single protein. Oratta protein maatrame mRNA oru mRNA eukaryotes nathu code cheyyunnu, monocistronic aanu. Whereas in the case of prokaryotes it is polycistronic. നമ്മൾ നേരത്തെ തന്നെ ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. Then in prokaryotes many mRNAs are polycistronic, that is they encode several proteins. Then each coding sequence in a prokaryotic mRNA has its own initiation and termination codon. That is the difference. എന്താണ്? അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ടെർമിനേഷൻ കോഡോണുണ്ട്, അതിന് മുമ്പായിട്ട് അതിന്റെ ഇനിഷിയേഷൻ കോഡോണും ഉണ്ട്. എന്നാൽ initiation of protein synthesis in eukaryote, it requires at least 9 distinct eukaryotic initiation factors. See, we know the prokaryotes that need only 3 initiation factors. They are named as initiation factor 1, initiation factor 2 and initiation factor 3. But in the case of eukaryotes, it requires at least എന്നാണ് പറയുന്നത്. എത്രയാണ്? 9 distinct. അപ്പോൾ അതിൽ കൂടുതലാകാം. 9 distinct eukaryotic initiation factors. E, I, F, S എന്നാ പറഞ്ഞേക്കുന്നത്. എന്താണ്? യൂക്കാരിയോട്ട് എൻ്റെ E ആണ് പറയുന്നത്. പിന്നെ I എന്ന് പറയുന്നത് ഇനിഷ്യേഷനും, F എന്ന് പറയുന്നത് ഫാക്ടറും, S എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ അല്ലേ? സോ eukaryotic initiation factors compared with the 3 initiation factors in prokaryotes. അപ്പോൾ യൂക്കാരിയോട്ടിനകത്തും പ്രൊക്കാരിയോട്ടിനകത്തും ഇനിഷ്യേഷൻ ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ അതിന്റെ നമ്പറും ഡിഫറെൻ്റ് ആണ്. യൂക്കാരിയോട്സിനകത്ത് ഈ അമിനോ ആസിഡ്, ദ ഫസ്റ്റ് അമിനോ ആസിഡിന്റെ പേര് മെത്തിയോണീൻ എന്നാണ്. അതേസമയം നമ്മൾ പറഞ്ഞു പ്രൊക്കാരിയോട്സിനകത്ത് ദ ഫസ്റ്റ് അമിനോ ആസിഡ് ഇസ് കോൾഡ് എൻ ഫോർമൽ മെത്തിയോണീൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അത് കൊണ്ടുവരുന്ന tRNA-ക്ക് ഒരു പേര് പറയുന്നു. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ tRNA എന്നൊക്കെ പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. സോ ദ ഫസ്റ്റ് അമിനോ ആസിഡ് ഈസ് ഓൾസോ ഡിഫറെന്റ്, ഈവൻ ദോ they represented or the coding sequence or the triplet codon is AUG both in pro and eukaryotes. രണ്ടിനകത്തും ഇനിഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നത് AUG എന്ന് തന്നെയാണ്. എങ്കിലും the amino acid, the initiating amino acid, that showing slight variation. ആ വേരിയേഷനെ പേര് കൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പേരിനകത്ത് തന്നെ ഒരു ചെറിയ ഡിഫറൻസ് കൊടുത്താണ് കൊടുത്തേക്കുന്നത്. അതും മെത്തിയോണിൻ തന്നെയാണ്, പക്ഷേ an addition, ആ പേരിനകത്ത് തന്നെ ഒരു അഡീഷൻ കൊടുത്തിട്ടുണ്ട് പ്രൊക്കാരിയോട്സിനകത്ത്. അതിനെ എൻ ഫോർമൽ മെത്തിയോണിൻ എന്ന് പറഞ്ഞാൽ യുക്കാരിയോട്സിനകത്ത് ഇറ്റ് ഈസ് സിംപ്ലി വി ക്യാൻ കോൾഡ് ഇറ്റ് ആസ് മെത്തിയോണിൻ.
അങ്ങനെയാണ് അതിന് പറയുന്നത്. Then as in prokaryotes, a special initiator tRNA is required. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇനിഷ്യേറ്റർ tRNA, അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ tRNA എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അത് ആവശ്യമാണ് for initiation and is distinct from tRNA that recognizes and binds to codon for the methionine at internal position in the mRNA. See, this tRNA, the specially named tRNA in the case of prokaryote, that is needed. എന്തിനാണ്? ഇതൊരു പ്രത്യേക ലൊക്കേഷനിലാണ് വന്നിരിക്കേണ്ടത്. AUG എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് ഇത് വരുന്നുണ്ട്. അപ്പൊ ഈ ലൊക്കേഷന് മുമ്പായിട്ട് ചില സീക്വൻസും ഉണ്ട്. ആ സീക്വൻസിന് ഒരു പേരുമുണ്ട്. ആ സീക്വൻസിനെയൊക്കെ നോക്കി റെഡി ആയിട്ടാണ് ആര് വരുന്നത്? ആ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസിൽ വന്നിരിക്കാനായിട്ട് ഈ tRNA, സ്പെഷ്യലി നെയിംഡ് ആയിട്ടുള്ള tRNA, ആ ക്യാപിറ്റൽ ലെറ്റർ tRNAക്ക് സാധിക്കും. അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ബൈൻഡ് ചെയ്തിട്ടാണ് ഈ കോഡോൺ ആന്റി കോഡോൺ പെയറിങ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഈസ് ഓൾസോ ദയർ ഇൻ പ്രൊകാരിയോട്സ്. സോ ദിസ് ഇനിഷ്യേറ്റഡ് tRNA that required for initiation and is distinct from the tRNA that recognizes and binds to the codon for methionine at internal position in the mRNA. mRNA യുടെ ഒരു ഇന്റേണൽ പൊസിഷനിലാണ് പ്രൊകാരിയോട്ടിനകത്ത് AUG എന്ന് പറയുന്ന സ്പെസിഫിക് സീക്വൻസ് ഇരിക്കുന്നത്. അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യലി നെയിംഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു tRNA തന്നെയാണ് അതവിടെ വരുന്നത്. When charged with methionine, ready to begin initiation is known as met-tRNA IMET എന്ന് പറയും. അപ്പൊ റെഡി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇത് ചാർജ്ഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ മെത്തിയോണീനെ സ്വീകരിക്കാനായിട്ട് മെത്തിയോണീനെ വഹിച്ചുകൊണ്ട് വരാൻ പോകുന്ന tRNAക്ക് എന്താണ് അതിനെ പറയുന്നത്? met-tRNA IMET എന്നാണ് അതിന്റെ സ്പെഷ്യൽ നെയിം പറയുന്നത്. അതുപോലെ നമുക്കറിയാം പ്രൊകാരിയോട്സിനും ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ AUG എന്ന് പറയുന്നത് രണ്ടിനകത്തും സെയിം ആണ്. പക്ഷേ പ്രൊകാരിയോട്സിനകത്ത് ഈ ഒരു AUGയെ കണ്ടുപിടിക്കാൻ ഒരു സ്പെഷ്യലി നെയിംഡ് tRNA തന്നെ വരും വിത്ത് ദ എൻ ഫോമിൽ മെത്തിയോണിൻ. അതുമായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ക്യാപിറ്റൽ ലെറ്റർ tRNA ഉണ്ട്. ആ tRNAക്ക് ഒരു സ്പെസിഫിക് സീക്വൻസ് അത് കണ്ടെത്തി അവിടെ വന്ന് ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. അതാണ് ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഓൺലി പ്രസന്റ് ഇൻ എവിടെയാണ്? പ്രൊകാരിയോട്ട്, like bacteria. The main difference between initiation of translation in prokaryotes and eukaryotes is that in bacteria ഏതാണ്? A shine dalgarno sequence lies 5' to the AUG. അപ്പൊ എവിടെയാണ് അതുള്ളത്? 5' നിന്ന് AUGയിലേക്ക് ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു സ്പെസിഫിക് സീക്വൻസ് ആണ്, അതിന് ഡിഫറൻസ് വരുന്നില്ല. അങ്ങനെയുള്ള സീക്വൻസിന് ഒരു പ്രത്യേകമായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. അതിനെയാണ് ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള സീക്വൻസ്, ഇങ്ങനെ നെയിം ചെയ്തേക്കുന്ന സീക്വൻസ് മീൻസ് ആ സ്പെഷ്യൽ സീക്വൻസ് ദാറ്റ് ഇസ് ആബ്സെന്റ് ഇൻ എവിടെയാണ്? യുക്കാരിയോട്സ്. അത് ആബ്സെന്റ് ആണ്. സോ AUG initiation codon and is the binding site for the 30S ribosomal subunit. We know the 30S ribosomal subunit of the prokaryote or the bacteria. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ അത് 30S ribosomal subunit along with the initiation factors ഒക്കെ ആയിട്ട് ഈ ഒരു the messenger RNA ഒരു പാർട്ടിലേക്ക് ആദ്യം വന്ന് അറ്റാച്ച് ചെയ്യും. ഓർക്കുന്നുണ്ടായിരിക്കും എല്ലാവരും, വേഗം മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടെത്തണം. ആ റൈബോസോമൽ സബ് യൂണിറ്റ് വന്നിട്ട് ആ മെസഞ്ചർ RNAയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മറ്റുള്ള സബ് യൂണിറ്റുകളും മറ്റുള്ള സബ് യൂണിറ്റ് ആയിട്ടുള്ള ലാർജർ സബ് യൂണിറ്റ് ഒക്കെ വരുന്നത്. അതിന് മുമ്പായിട്ട് tRNA വരണം. tRNA വിത്ത് എൻ ഫോമിൽ മെത്തിയോണിനുമായിട്ട് tRNA ഒക്കെ വരുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? AUG വരെ അല്ലെങ്കിൽ 5' നിന്ന് AUG വരെയുള്ള ഒരു സ്പെഷ്യൽ സീക്വൻസ് ആണ് ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എന്ന് പറയുന്നത്. അത് എവിടെ ഇല്ല? യുക്കാരിയോട്ടിനകത്ത് ഇല്ല. In contrast, most eukaryotic mRNA do not contain such a sequence. Shine Dalgarno sequence is absent in eukaryotes. അതിനകത്ത് അത് absent ആണ്. Instead, a 40S ribosomal subunit attaches at the 5' end of the mRNA and moves downstream. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത?
40s ribosomal subunit that is present in the eukaryote ഇവിടെ attached at 5' end of the mRNA. mRNA 5' endil വന്ന് ഈ 40s ribosomal subunit അങ്ങ് അറ്റാച്ച് ചെയ്യും. അപ്പം നേരത്തെ പറഞ്ഞ എന്താണ്, പ്രൊക്കാരിയോട്ടിനകത്താണെങ്കിൽ ഈ ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ AUG-യിലേക്ക് അതിന് തന്നെ വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിന് AUG-യിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഏത് ഭാഗമാണ്, ആ AUG-ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഭാഗത്തായിരിക്കും ഇതിന്റെ അറ്റാച്ച്മെന്റ് നടക്കുന്നത്. ആ ഭാഗത്തിനെയാണ് ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെയൊക്കെ കണ്ടതാണ്. അതായത് ലാർജർ സബ് യൂണിറ്റ്, ആ ഒരു പടം ഒന്ന് കാണിച്ചു തരാം. ലാർജർ സബ് യൂണിറ്റ് വന്ന് നിൽക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ആ പ്രൊക്കാരിയോട്സിന്റെ ഇനിഷ്യേഷൻ സ്റ്റേജ് ആണ്. ഇതാണ് ആ പിന്നെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ലാർജർ ആൻഡ് സ്മോളർ സബ് യൂണിറ്റ്സ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ 5' നിന്ന് AUG വരെയുള്ള ഈ ഭാഗത്താണ് ഏതാ വരുന്നത്, ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് എന്ന് പറയുന്നത് ഈ സീക്വൻസ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ സ്മോളർ സബ് യൂണിറ്റ് നോക്ക്, ഇവിടം തൊട്ടേ ഇരിക്കുകയാണ്, ഇവിടം തൊട്ടേ വന്ന് ഇരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ സീക്വൻസിൽ വന്ന് സ്മോളർ സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്തു. ഈ അറ്റാച്ച് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം ഏതാണ്, AUG എന്ന് പറയുന്ന സീക്വൻസ് ആണ്. അപ്പൊ 5' നിന്ന് ഈ ഇവിടെ വരെയുള്ള ഈ സ്പെഷ്യൽ സീക്വൻസിന്റെ ഭാഗത്തായിരിക്കും റൈബോസോമൽ സബ് യൂണിറ്റ് ആയിട്ടുള്ള സ്മോളർ സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്ത്. ഈ പറയുന്നത് എന്തിന്റെ കാര്യമാണ്, പ്രോകാരിയോട്ടിന്റെ കാര്യമാണ്. അപ്പൊ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുകയും ഈ കാണുന്ന പ്രത്യേകമായിട്ടുള്ള സീക്വൻസ് ആണ് AUG എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഈ AUG-യെ തിരിച്ചറിയുന്ന tRNA, ആന്റികോഡോൺ ഉള്ള tRNA, എഫ്മെറ്റ് ആണ് ഇവിടെ എന്താണ്, മെത്യോണിൻ, N ഫോമിൽ മെത്യോണിനുമായിട്ട് ഈ tRNA ഇവിടെ വരും. ഈ tRNA ആണ് ആ സ്പെഷ്യലി നെയിംഡ് tRNA, ക്യാപിറ്റൽ ലെറ്റർ tRNA എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് AUG-യിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ലാർജർ സബ് യൂണിറ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ലാർജർ സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്യുമ്പം ഇറ്റ് ഹാസ് 3 റീജിയൻസ് നെയിംഡ് ആസ് A, P ആൻഡ് E സൈറ്റ്. അതിന്റെ P സൈറ്റ് ഡയറക്റ്റ് ആയിട്ട് AUG-യിൽ വരത്തക്ക രീതിയിലായിരിക്കും ലാർജർ സബ് യൂണിറ്റിന്റെ അറ്റാച്ച്മെന്റ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോഡോൺ, ഇത് ഇനിഷ്യേഷൻ കോഡോൺ ആണല്ലോ. ഈ ഇനിഷ്യേഷൻ കോഡോൺ ഈ അമിനോ ആസിഡിനെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ നമ്മൾ പഠിക്കുമ്പോൾ കാണാം, ഈ അമിനോ ആസിഡിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അത് ആവശ്യമില്ല, കാരണം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടം തൊട്ടേ ഉള്ളതായിരിക്കും യഥാർത്ഥത്തിലുള്ള പിന്നെ പ്രോട്ടീന്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്തു. ഇനി എന്താണ് ഈ സമയത്ത് ഈ ലാർജർ സബ് യൂണിറ്റിന്റെ A സൈറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ ട്രിപ്ലറ്റ് കോഡോണില് ജോയിൻ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇനിഷ്യേഷൻ കോഡോണുകളെല്ലാം, ഇനിഷ്യേഷൻ ഫാക്ടേഴ്സുകളെല്ലാം, കോഡോൺ അല്ല, ഇനിഷ്യേഷൻ ഫാക്ടേഴ്സുകളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇലോങ്ങിയേഷൻ ഫാക്ടറും along with the അമിനോ ആസിഡ്, ഏത് അമിനോ ആസിഡ് ആണ്, ഈ അടുത്ത 3 സീക്വൻസുകൾ പറയുന്ന എന്ത് അമിനോ ആസിഡ് ആണോ അതുമായിട്ട് tRNA ഇവിടെ വരും. അതാണ് കണ്ട് ഇവിടെ കാണുന്നത് ഇല്ലേ. ആ tRNA ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് കുറച്ച് മൂവ് ചെയ്തായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഇതുപോലെയാണ് tRNA ഫസ്റ്റ് ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന, ഇതിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ അമിനോ ആസിഡിനെ ഇങ്ങോട്ടേക്ക് ഉള്ള tRNA-യുടെ മണ്ടയിലുള്ള അമിനോ ആസിഡിനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ ഈ tRNA ഇങ്ങോട്ട് പോവുകയും ഈ tRNA വിത്ത് 2 അമിനോ ആസിഡ്, ഇപ്പൊ 2 അമിനോ ആസിഡ് ഉണ്ട്, അത് രണ്ടുമായിട്ട് ഇങ്ങോട്ട് ചാടിയിരിക്കും. അപ്പോൾ ഈ റൈബോസോം ഒരു പ്രാവശ്യം മുന്നിലേക്ക് നീങ്ങുമ്പം അടുത്ത ഒരു ട്രിപ്ലറ്റ് കോഡോണിൽ വന്നിരിക്കും. അങ്ങനെ മൂവ് ചെയ്തേക്കുന്നതിന്റെ ലക്ഷണമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ 5 അമിനോ ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് 4 പ്രാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇനിഷ്യേഷൻ ആണ്, അവിടെ ഇരിക്കുമ്പോ തന്നെയാണ് ഇതും കൂടെ വരുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വരും. പിന്നെ ഇത് 3 പ്രാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്, 3 പ്രാവശ്യം അത് മൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 4ാമത്തെ പ്രാവശ്യത്തെ മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ ഇത് 5 എണ്ണം ഒരു മാല പോലെ വരും. അങ്ങനെയാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഈ ഒരു സീക്വൻസ് ആണ് ഉള്ളതെങ്കിൽ മറ്റേടത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം ആ റൈബോസോമൽ സബ് യൂണിറ്റ് വന്ന് 5' അറ്റത്തൊന്നും അല്ല പിടിച്ചേക്കുന്നത്, ഈ പ്രത്യേകമായിട്ടുള്ള സൈറ്റിൽ ഡയറക്റ്റ് വരികയാണ്. പക്ഷെ മറ്റേതിനകത്ത് യൂകാരിയോട്സിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ വരുമ്പോ അതിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് അവിടെയല്ല, നോക്കിക്കോളൂ, ഇവിടെ 5' തന്നെ ഇവര് വന്ന് ഇനിഷ്യേഷൻ കോംപ്ലക്സ് എല്ലാം കൂടെ വന്ന് ഈ 5' തന്നെ
അറ്റാച്ച് ചെയ്യും. ഇവിടുന്ന് ഇവർ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് എവിടെ വരെ വരണം? AUG വരെ വരണം. ഇവിടുന്ന് ഇവിടെ മൂവ് ചെയ്തിട്ട് AUG വരെ വന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ഫസ്റ്റ് ഇനിഷ്യേഷൻ ആയിട്ടുള്ള അമിനോ ആസിഡിനെ അറ്റാച്ച് ചെയ്യിക്കാനും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ. കാരണം എന്താണ്? ഇവിടെ മറ്റേ പറഞ്ഞ സ്പെസിഫിക് സീക്വൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ഷൈൻ ഡാൽഗാർണോ സീക്വൻസ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ? Yes, the main difference between the initiation of translation in prokaryotes and eukaryotes എന്ന് പറയുന്നത് ഈ ഷൈൻ ഡാൽഗാർണോ സീക്വൻസ് എന്ന് പറയുന്നതാണ്. അത് 5' ന്ന് AUG വരെയുണ്ട്. അത് ഇവിടെ ഇല്ല. അപ്പൊ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ്. ഇത് ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. Instead, a 40S ribosomal subunit attaches at the 5' end of the mRNA and moves downstream. ഏതാണ് downstream എന്ന് പറയുന്നത്? ഇത് mRNA ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് അറ്റമാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ഇതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീമിലേക്ക് അത് പോകും, ഇല്ലേ? See the end of the mRNA and moves downstream in a 5' to 3' direction until it finds the AUG initiation codon. എപ്പോഴാണോ AUG ഇനിഷ്യേഷൻ കോഡോണിനെ ഇത് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അതിന്റെ അടുത്ത് എത്തുന്നത്, അതുവരെ ഈ 40S ribosomal subunit along with the initiation factors and some other units എല്ലാം കൂടെ ഇവിടെ വരെ മൂവ് ചെയ്യും. And this process is called scanning. So this process is absent in the case of prokaryotes. നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഞാനത് ഏകദേശം എല്ലാം ഇതിനെ ഇങ്ങനെ അടുത്ത കളറിൽ കൊടുത്തിട്ടുണ്ട്. യുക്കാരിയോട്ടിൽ നമ്മൾ ഓർക്കേണ്ടത്, പ്രൊക്കാരിയോട്ടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. Then the prokaryotic translation requires no helicase. That is another one enzyme. Helicase എന്ന് പറയുന്ന ഒരു എൻസൈം ഇവിടെ പ്രൊക്കാരിയോട്ടിക് ട്രാൻസ്ലേഷന് ആവശ്യമില്ല. ഇത് ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ there is no nuclear membrane, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടും ഒരു മെസ്സഞ്ചർ RNA ഉണ്ടായതിനു ശേഷം അല്ല, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ല ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. കണ്ടിന്യൂസ് ആണ്. ഇത് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ പ്രൊക്കാരിയോട്സ് ഓൾസോ. അത് പ്രൊക്കാരിയോട്സ് എല്ലാം തന്നെ വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ ഒരു തുള്ളി തൈര് ഒരു പാലിനകത്ത്, ഒരു കവർ പാല് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ തൈരൊഴിച്ച് വെച്ചാൽ ഉച്ചയാവുമ്പോഴേക്കും ഇതിന് ഈ പാലിന്റെ നേച്ചർ മാറിക്കഴിഞ്ഞു. അത് ഏകദേശം സോൾട്ടിഫൈ ചെയ്ത് തുടങ്ങും, കേർഡായി തുടങ്ങും, അല്ലെങ്കിൽ അതിന്റെ പിന്നെ നമുക്ക് അതിനെ പാലെന്ന് പറയാൻ പറ്റത്തില്ല. ആ രൂപത്തിലേക്ക് മാറും. കാരണം എന്താണ്? ദാറ്റ് മച്ച് ഓഫ് ലാക്ടോബാസില്ലസ് മൾട്ടിപ്ലൈഡ് ആൻഡ് increased in the milk. So that is the reason. എന്തുകൊണ്ടാണ് അത്രയും വേഗത്തിൽ ഒന്ന് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു 10,000 എണ്ണമാണെങ്കിൽ ആഫ്റ്റർ 30 minutes, ഒരു അരമണിക്കൂറോളം സമയം മതി ഇത് ഓരോന്നിനും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ നമ്മളൊരു 10,000 എണ്ണം ഇട്ട് കൊടുത്തെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് 20,000 എണ്ണമായി കാണും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്മോൾ ഡ്രോപ്പിൽ പോലും എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 10,000 ഒന്നും അല്ല, അതിനകത്ത് ലക്ഷക്കണക്കുണ്ട്. അത്രയ്ക്കും ഇരട്ടിയാകും. അപ്പം നമ്മൾ രാവിലെ ഒഴിച്ചത് ഉച്ചയെന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂറുകൾ കഴിഞ്ഞു. ആ മണിക്കൂറിനകത്ത് ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന അതിന്റെ ഇരട്ടിയാണ്. അപ്പം ആദ്യം 10,000 20,000 ആയെങ്കിൽ ആ 20 40 40 80 അങ്ങനെ ഡബിൾ ചെയ്ത് പോകും. അപ്പൊ 1 ലക്ഷം 2 ലക്ഷം ആകുന്നു, 2 4 ആകുന്നു, 4 8 ആകുന്നു. അപ്പൊ ജോമെട്രിക്കൽ വേയിൽ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ? ദ റീസൺ ഈസ് ദാറ്റ് ഇതിന് അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ തന്നെ ആബ്സെന്റ് ആണ്. വളരെ വേഗത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യത്തക്ക രീതിയിൽ ന്യൂക്ലിയർ മെംബ്രൈനോ അല്ലെങ്കിൽ മെംബ്രൈൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, ഓൾ ദോസ് സ്ട്രക്ചേഴ്സ് ആർ ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് പ്രൊക്കാരിയോട്സ്. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം എവിടെയില്ല പ്രൊക്കാരിയോട്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ് ഇറ്റ് ഈസ് പ്രസന്റ്. സോ ദ പ്രോട്ടീൻ സിന്തസിസ് in the eukaryote is also taking place through 3 stages as in the case of prokaryotes. അതിനകത്ത് പറയുന്ന അതേപോലത്തെയുള്ള 3 stages ഉണ്ട്. They are the initiation, elongation and the termination stages. See, ഇവിടെ ഒരു ഫിഗർ കാണാൻ നിങ്ങൾക്ക്.
അതിനകത്ത് എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നമുക്ക് പറഞ്ഞിട്ട് അതിനകത്തേക്ക് പോകാം. സോ വി നോ ദ 40 ആൻഡ് 60s സബ് യൂണിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ 40s ആണ് സ്മോളർ സബ് യൂണിറ്റ്സ്. മറ്റേ പ്രൊകാരിയോട്സിൽ പറയുന്ന പോലെ തന്നെ ദിസ് സ്മോളർ സബ് യൂണിറ്റ് ഈസ് ഫസ്റ്റ് joined with the messenger RNA. After that, the larger subunits will come and attached on the top of the smaller subunit and the messenger RNA. അതിന്റെ രണ്ടിനെയും കൂടെ മുകളിലായിട്ട് ഇത് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. മറ്റേതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ് സ്മോളർ സബ്യൂണിറ്റ് 40s വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എന്താണ് tRNA മെത്തിയോണീനുമായിട്ട് ഇത് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അല്ലെ. ഇതിന്റെ പരിസര പ്രദേശത്തിലൊക്കെ നമുക്ക് കാണാം. ആരെ കാണാം? ഇനിഷ്യേഷൻ ഫാക്ടേഴ്സ് ഒക്കെ അവിടെ എവിടെയായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇവർ ഓരോരുത്തരും അതാത് സമയങ്ങളിൽ ഇവരുമായിട്ട് അറ്റാച്ച് ചെയ്യും. ആരാണ്? ഈ സ്മോളർ സബ് യൂണിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത ദാറ്റ് കോംപ്ലക്സ്, മോർ കോംപ്ലക്സ് അല്ലെങ്കിൽ പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് എന്നാണ് ഇതിനെ പറയുന്ന പേര്. അപ്പൊ 40s എന്നോ 43s എന്നോ ഒക്കെ ഇതിനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഈസ് ഫോംഡ് just before to the attachment of the messenger RNA. So first this smaller subunit along with the different factors pre-initiation complex, they are attached at the 5' end of the messenger RNA. Messenger RNA യുടെ 5' endil ഈ കോംപ്ലക്സ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇത് ഇന്നെ പറയുന്ന പേരെന്താണ്? പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഈ പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് നോക്കൂ, ഇവിടെ വന്നിട്ട് എവിടെയാണ്? 5' എൻഡിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം. എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ AUG എന്ന് പറയുന്നതിനകത്ത് മൂവ് ചെയ്യണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എന്താണ്? ഇത് മെസ്സഞ്ചർ RNA ആണ്. ഈ മെസ്സഞ്ചർ RNA ഇവിടെ ഈ ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് പോലെ ഈ മെസ്സഞ്ചർ RNA മറ്റ് ഇതിന്റെ എന്താണ് ക്യാപ്പും അതുപോലെ തന്നെ ഇനിഷ്യേഷൻ അടുത്ത ഫാക്ടേഴ്സും ഒക്കെ ആയിട്ട് തന്നെ ഇവര് ഇവിടെ റെഡി ആയിട്ട് വരണം. അപ്പൊ ഇതൊരു യൂണിറ്റ്, ഇത് വേറൊരു യൂണിറ്റ്. ഇവര് പ്രൊകാരിയോട്ടിനകത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചേക്കുന്നത്. സ്മോളർ സബ് യൂണിറ്റിന്റെ കൂട്ടത്തിൽ വരുന്ന കോംപ്ലക്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ മെസഞ്ചർ RNA വേറെ റെഡിയാകും. GTPയും F2ഉം കൂടെ വേറെ റെഡിയായി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഇതൊരു വലിയ കോംപ്ലക്സ് ഉണ്ടായി. ഇവിടെ അതേസമയം തന്നെ മെസഞ്ചർ RNA മറ്റൊരു കോംപ്ലക്സുമായിട്ട് ഫോം ചെയ്യും. ഇവർ രണ്ടുപേരും കൂടെ യൂണിയൻ ചേർന്നിട്ടാണ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ പടം കാണുന്നത്. ഇതിനകത്ത് ഈ മെസഞ്ചർ RNAയുടെ അറ്റത്ത് ഉള്ള 5' എൻഡില് ഈ പറഞ്ഞേക്കുന്ന പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് വന്നതേ അറ്റാച്ച് ചെയ്തു. So this attachment is far away from the AUG. That is the first or the initiation codon. ഈ കോഡോണിൽ നിന്ന് വളരെ അകലത്തിലായിട്ടാണ് ആരറ്റാച്ച് 5' എൻഡ് അവിടെയാണുള്ളത്. ഒരറ്റത്ത് ആ ക്യാപ്പിൽ തന്നെ വന്ന് ആരറ്റാച്ച് ചെയ്യും? ഈ പ്രീ ഇനിഷ്യേഷൻ കോംപ്ലക്സ് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇവിടെ നോക്കിക്കോ, എന്തെല്ലാം സജ്ജീകരണങ്ങളാണ്, എന്തെല്ലാം കോംപ്ലക്സ് ആണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ കോംപ്ലക്സ് എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് പല ഫാക്ടേഴ്സും ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ഏതാണ്? 5' വന്ന് ഈ റൈബോസോമൽ സബ് യൂണിറ്റിനെ കൊണ്ട് അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പല കോംപ്ലക്സും അല്ലെങ്കിൽ പല ഫാക്ടേഴ്സും ഇതിന്റെ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഓരോരുത്തരായിട്ട് സ്ഥലം കാലിയാക്കും. ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലതും ഇവിടെ നിന്ന് കാലിയായി പോകും. ഇപ്പൊ ഞാൻ ഇതിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇതിന്റെ പ്രോസസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആരൊക്കെയാണ് പിരിഞ്ഞു പോകുന്നതെന്ന് കാണാം. അപ്പൊ ഇവിടുന്ന് ഈ 5' നിന്ന് AUG വരെ ഇവര് മൂവ് ചെയ്യുന്നതിനിടയിൽ വെച്ച് ഇവരൊക്കെ തന്നെ പല പല സമയങ്ങളിലായിട്ട് വേർപെട്ടു പോകും. അവസാനം എന്തുണ്ട്? അറ്റ് ദ time of reach of the smaller ribosomal subunit called the 40s at the AUG സൈറ്റിൽ എത്തുമ്പോഴത്തേക്കും എന്താണ്? എല്ലാവരും പോയി കഴിഞ്ഞു. Now we can see only the tRNA with മെത്തിയോണീൻ. മെത്തിയോണീനുള്ള ഒരു tRNAയും ഈ സ്മോളർ സബ് യൂണിറ്റും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. mRNAയും ഉണ്ട്. ഇനി എന്താ സംഭവിക്കേണ്ടത്? ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഒരു ഇനിഷ്യേഷൻ കോഡോണിലെത്തി, ഇനി അടുത്ത ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് പോകേണ്ടത്. നമുക്കിപ്പോ ഇനിഷ്യേഷനിൽ നിൽക്കട്ടെ. നമുക്ക് ഇനിഷ്യേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഇത് ഈ മെത്തിയോണിൻ വന്നു കഴിയുമ്പോഴത്തേക്കും ലാർജർ സബ് യൂണിറ്റും കൂടെ അതാണ്ട്
ഇവിടെ വന്നു കഴിഞ്ഞു. ഇത്രയും ആകുമ്പോഴാണ് ഇനിഷ്യേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇനിഷ്യേഷൻ എന്താണെന്ന് നോക്കാം. The first step in the formation of pre-initiation complex. നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് സാധനങ്ങൾ വന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ എന്തൊക്കെയാ വരുന്നത്? 40s സ്മോൾ റൈബോസോമൽ സബ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മെത്തിയോണിൻ ടി RNA IMET ഉണ്ട്. അതുപോലെ ഇനിഷ്യേഷൻ ഫാക്ടർ 2 ഉണ്ട്. പിന്നെ GTP ഉണ്ട്. ഇതെല്ലാം ഇത് മാത്രമൊന്നുമല്ല, ഇതിലും കൂടുതൽ സംഭവങ്ങൾ ഈ കോംപ്ലക്സിനകത്ത് വരുന്നുണ്ട്, ഇവിടെ വരും. Then pre-initiation complex binds to the 5' end of the eukaryotic mRNA. ഇനി ഞാനിത് ഇതിനകത്ത് നോക്കി പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം ഈ പ്രീ കോംപ്ലക്സ് എന്ന് പറയുന്നത് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? 5' end of the, നോക്കാവോ, കാണാവോ, ഞാൻ കഴ്സർ വെക്കുന്നുണ്ട്. 5' end of eukaryotic mRNA വന്നിട്ട് അത് അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? A step that requires initiation factor 4F എന്ന് പറയുന്ന ഇനിഷ്യേഷൻ ഫാക്ടർ 1, 2, 3 നമ്മൾ മറ്റേ ഇവിടെ പഠിച്ചിട്ടുണ്ട്, പ്രൊകാരിയോട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ സബ് യൂണിറ്റും സബ് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇനിഷ്യേഷൻ ഫാക്ടർ 4F ആണ് ആവശ്യമുള്ളത്. ഈ 4F ഇവിടെ വരുന്നതിന് ഒരു പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ 4Fന്റെ ജോലി അനുസരിച്ച് അതിന് പേര് ഇട്ടിട്ടുണ്ട്. അതിനാണ് ക്യാപ്പ് ബൈൻഡിങ് കോംപ്ലക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഇതൊരു കോംപ്ലക്സ് ആണ്. ഈ 4F എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് ആണ്. അതിനകത്ത് ഒന്നിൽ കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പൊ 4F മാത്രമല്ല, വേറെ പലതും ഇതിനകത്ത് വരാനുണ്ട്. വേറെ പേരുകൾ, ലെറ്റേഴ്സ് കൊടുത്ത് ഇവിടെ പറയും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന എന്താണ്? ഇതിന് ഈ EF4 പിന്നെ ഇനിഷ്യേഷൻ ഫാക്ടർ 4Fനെ വേറൊരു പേര് പറയുന്നുണ്ട്, ക്യാപ്പ് ബൈൻഡിങ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. വെച്ചാൽ എന്താണ്? ഈ 5' എന്ന് പറയുന്ന ക്യാപ്പിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ, സ്മോളർ സബ് യൂണിറ്റിനെ ബൈൻഡ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഈ 4F എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലക്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം 4F എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കത്തില്ല. അതിന്റെ കൂട്ടത്തിൽ വേറൊരെണ്ണം കൂടെ ഉണ്ട്, ഇനിഷ്യേഷൻ ഫാക്ടർ 3യും അവിടെ വരുന്നുണ്ട്. Then see the initiation factor 4F. It is a complex, so it is composed of different names അല്ലെങ്കിൽ different units ഉണ്ട്. അതിനകത്ത് ഏതൊക്കെയാണുള്ളത്? 4F means it contains 4A, 4E and 4G. അപ്പൊ A, E, G എന്ന് പറയുന്ന 4 തരത്തിലുള്ള യൂണിറ്റുകളെ ഒരുമിച്ച് ചേർത്താണ് 4F എന്ന് പറയുന്നത്. ഏതൊക്കെയുണ്ട്? 4A ഉണ്ട്, 4E ഉണ്ട് ആൻഡ് 4G ഉണ്ട്. ഇതിന് ഓരോന്നിനും അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഡിഫറെന്റ് ആണ്. See, the 4E binds to the 5' cap. അപ്പൊ 4E, ഇപ്പൊ 4F എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ 4E ആയിരിക്കും. നിങ്ങൾ ഓരോ പടത്തിനകത്ത് ചെന്ന് നോക്കും, അപ്പൊ നമ്മളൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ F പറഞ്ഞിട്ട് ഇവിടെ എന്താണ് E എന്ന് പറഞ്ഞേക്കുന്നത്? ആ കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഈ F എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആണ്, അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് E. അതിൽ വരുന്ന ഒരെണ്ണം തന്നെയാണ് A, അതിൽ വരുന്ന ഒന്നാണ് G. അപ്പൊ G എന്ന് പറഞ്ഞാലും F എന്നാണ് അവിടെ പറയുന്നതെങ്കിൽ അതിന് ജനറൽ നെയിം ആയിട്ട്, നമ്മൾ കോമൺ നെയിം ആയിട്ട് നമ്മൾ തന്നെ എടുക്കണം. G എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് 4Fലുള്ളതിന്റെ പേര് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഡിഫറെന്റ് സൈറ്റിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം 4E ബൈൻഡ്സ് ടു ദ 5' cap. 5' capൽ 4E ചെന്ന് ബൈൻഡ് ചെയ്യും ഓൺ ദ mRNA വൈൽസ് 4G എവിടെയാണ്? ഇന്ററാക്ട് വിത്ത് ദ പോളി എ ടെയിൽ. അങ്ങേ അറ്റത്തല്ലേ പോളി എ ടെയിൽ ഉള്ളത്? അവിടെ പോയിട്ട് ആര് അറ്റാച്ച് ചെയ്യും? 4G എന്ന് പറയുന്ന EF4 കോംപ്ലക്സിലുള്ള 4F കോംപ്ലക്സിലുള്ള പിന്നെ G എന്ന് പറയുന്നത് 4G എന്ന് പറയുന്ന Aയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ 4E എന്ന് പറയുന്നത് 5' വന്ന് അറ്റാച്ച് ചെയ്യും. അതാണ് ആ ഒരു കോംപ്ലക്സിന്റെ അത്രയും പാർട്ടിലുള്ള പരിപാടി. പിന്നെന്താണ്? ഇവിടെ 4A ഉണ്ട്. അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞു A ഉണ്ട്, E ഉണ്ട്, G ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ സൈറ്റിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതൊരു കോംപ്ലക്സ് ആണ്. ഇതിന് മൊത്തമായിട്ടൊരു പേര് പറഞ്ഞിട്ടുണ്ട് 4F. അപ്പൊ ഇനി 4Gയും 4 പിന്നെ Eയും എവിടെ അറ്റാച്ച് ചെയ്തെന്ന് നമ്മൾ കണ്ടു. ഇവിടെ 4A എന്ന് പറയുന്നത് that is an ATP dependent RNA helicase ആണ്. എന്താണ്? ATP യെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹെലിക്കേസ്, ഒരു RNA
helicase ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു this type of helicase is absent in prokaryotes but this is present in eukaryote എന്ന് പറഞ്ഞു. So that helicase is named എന്താണ് 4A ആണ്. This is a ATP dependent helicase that unwinds any secondary structures in the mRNA preparing it for translation. ഇനി ഏതെങ്കിലും തരത്തിലുള്ള unwinded ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഏതെങ്കിലും യൂണിറ്റുകൾ ഇനി mRNA-ക്കകത്ത് ഉണ്ട് എങ്കിൽ അതിനെ കൂടെ ട്രാൻസ്ലേഷനിലേക്ക് ഒരുക്കി ഇറക്കുക എന്നുള്ള ജോലിയാണ് ഈ ഇനിഷ്യേഷൻ ഫാക്ടർ ആയിട്ടുള്ള 4A-ക്ക് ഉള്ളത്. 4A-യുടെ ജോലിയാണത്. എന്താണ് അൺവൈൻഡ് ചെയ്ത് ഏതെങ്കിലും ഉണ്ട് എങ്കിൽ ഏതെങ്കിലും സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ അതിനെയും കൂടെ mRNA-യിൽ അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് 4A-യുടെ അറ്റാച്ച്മെന്റ്. ഇല്ലേ? അതിന് ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. അത് ATP ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Then the complex then moves along the അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? A ഉണ്ട്, E ഉണ്ട്, G ഉണ്ട്, എല്ലാം വന്നു. എന്നിട്ട് സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 40S ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിഷ്യേഷൻ അടുത്ത ഏതെങ്കിലും ഒക്കെ കോംപ്ലക്സുകൾ ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ എൻസൈമുകളൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. ദ കോംപ്ലക്സ് then moves along the mRNA in a 5' to 3' direction until it locates the AUG initiation codon. ഇവിടെ വന്നതുകൊണ്ട് വലിയൊരു സന്നാഹം ഇവിടെ ഒട്ടി 5-ൽ വന്നു കഴിഞ്ഞു. ഇവിടെ നിന്ന് ഒരു ബോട്ടൊക്കെ യാത്ര ചെയ്യുന്ന കണക്ക് ഒരു ബോട്ടിന്റെ ഷേപ്പിൽ കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ അതിനെ വിചാരിക്കാം. ഒരു ബോട്ടൊക്കെ യാത്ര ചെയ്യുന്ന കണക്ക് വേണ്ടി ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഒരു കരയെത്തണം. ഏത് കരയാണത്? അവർ കാണേണ്ട കര AUG ആണ്. ഇതൊരു കടലാണെങ്കിൽ അവര് അതിന്റെ ഇടയിൽ വെച്ച് കണ്ടെത്തുന്ന ഒരു ചെറിയ ഐലൻഡ് ആണ് AUG. അവിടെ ചെല്ലുമ്പോൾ അവരൊന്ന് നിർത്തും. ബോട്ട് ഓടിക്കൽ അവിടെ ഒന്ന് കപ്പിത്താൻ അവിടെ വെച്ച് നിർത്തും അല്ലെ? എന്നിട്ട് ഇതുവരെ ഓടി വന്നിട്ടുള്ള ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള അസോസിയേറ്റ്സ് ഒക്കെ അവിടുന്ന് വിട്ടുപോകണം. ഇവിടുന്ന് പുതിയ ആര് കയറും? പുതിയ ക്യാപ്റ്റൻ, പുതിയ കപ്പിത്താനൊക്കെ ഇവിടെ കയറണം അല്ലെ? എങ്കിൽ മാത്രമേ ഇനി ഇവിടുന്ന് ഈ കപ്പലിനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ 5-ൽ നിന്ന് 5' നിന്ന് 3' അതിന്റെ ഒരു പ്രയാണത്തില് മൂവ്മെന്റില് എന്താണ് അത് AUG-യെ കണ്ടെത്തും. ആൻഡ് ദിസ് പ്രോസസ് അതിനെ പറയുന്ന പേരെന്താണ്? സ്കാനിങ് എന്നാ പറയുന്നത്. എന്താണ് സ്കാനിങ്? ആ വേർഡ് ഞാൻ പറയേണ്ട കാര്യമില്ല. ദിസ് ഈസ് വെരി കോമൺ, വെരി പോപ്പുലർ വേർഡ് ഇൻ ദ പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷനകത്ത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ് സ്കാനിങ്. അറിയാൻ വയ്യാത്ത ഒരു കൊച്ചു കുഞ്ഞു പോലും ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുവാണ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. AUG, where is it located? So the smaller subunit along with the complex, initiation complex, they finally reaches the AUG and they recognizes the position. And this is the time of initiation അല്ലെ? ഇപ്പോഴെ ഇനിഷ്യേഷന്റെ ഏകദേശം ഒക്കെ എത്തിക്കഴിഞ്ഞു. Then 5' untranslated region of the eukaryotic mRNA vary in length but can be several hundred nucleotides long and may contain secondary structures such as hairpin loops. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 5' എൻഡില് untranslated regions of the eukaryotic mRNA. ഈ mRNA-ക്കകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടാത്ത റീജിയൻസും ഉണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ AUG-യുടെ തൊട്ട് മുമ്പിലുള്ള സീക്വൻസ് ഒന്നും തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ഈ സ്മോളർ സബ് യൂണിറ്റിനും ഒക്കെ വരാനും ഇതിനെ AUG-യെ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു ട്രാക്ക്, ഒരു ട്രെയിലർ പോലെ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു അതിനെ കണ്ടെത്താൻ പോകുന്ന ഒരു ട്രാക്ട് പോലെ മാത്രമേ നമ്മൾ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇത് അൺട്രാൻസ്ലേറ്റഡ് ആണ്. ഇത് ഒരിക്കലും പ്രോട്ടീനെ ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ് അല്ല ഇവിടെ ഉള്ളത്. So 5' untranslated regions of the eukaryotic mRNA that is very in length. ഓരോന്നിനകത്തും ഇതിപ്പോ കൃത്യമായിട്ട് ഇത് 10 സീക്വൻസ് ഇവിടെ കാണും അല്ലെ 1000 എണ്ണം കാണും. Several hundred nucleotides long and may contain secondary structures. പക്ഷേ ഇതിന്റെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 100 കണക്കിന് ന്യൂക്ലിയോടൈഡുകളാണ് ഈ സീക്വൻസിൽ ഉള്ളത്. 100 കണക്കിന് സീക്വൻസസ് ഉണ്ടാവും. ചിലപ്പോൾ അത് 150 ആകാം, ചിലപ്പോൾ 250 ആകാം, അല്ലെങ്കിൽ 500 ആകാം. ഏതായാലും 100-ന് മുകളിൽ 100 കണക്കിന് ഇതിനകത്ത് ഉണ്ടാകാം. ആൻഡ് മേ കണ്ടെയ്ൻ സെക്കൻഡറി സ്ട്രക്ചേഴ്സ്. അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ടാവാം? സെക്കൻഡറി സ്ട്രക്ചേഴ്സും ഉണ്ടാവാം. അതിനെ പറയുന്ന പേരാണ്
hairpin loops. അല്ലേ? hairpin എന്താണെന്ന് ലൂപ്പ് എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാം. അത് എന്താണ് ഈ പറഞ്ഞേക്കുന്ന അൺട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ ട്രാൻസ്ലേഷൻ ഒന്നും നടക്കുന്നില്ല. ലൂപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഹെയർപിൻ ലൂപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഭാഗങ്ങളിൽ കാണാം. These secondary structures are probably removed by initiation factors of the scanning complex. നോക്കിക്കോളൂ, എന്താണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്? ഈ സ്കാനിങ് കോംപ്ലക്സിന് വേറൊരു പണിയുണ്ട്. ഇവര് ഈ അൺട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഹെയർപിൻ ലൂപ്പ് പോലെ ഉള്ള, അവിടെ ഒന്നും ട്രാൻസ്ലേഷൻ നടക്കാൻ സാധ്യതയില്ല, കെട്ടുവീണ് എല്ലാം ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത രൂപത്തിലിരിക്കുന്നതാണ്. ഇവരെയൊക്കെ റിമൂവ് ചെയ്ത് കളയും. ആരാ റിമൂവ് ചെയ്ത് കളയുന്നത്? ഇപ്പോ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സ്കാനിങ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതിനെ എല്ലാം റിമൂവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്കാനിങ് കോംപ്ലക്സിന് അങ്ങനെ ഒരു ജോലി ഉണ്ട്. Then see, the initiation codon is usually recognizable because it is often contain a short sequence called the Cossack consensus. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇനിഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നത് is a usually recognizable ആണ്. കാരണം അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടാവാം. അവിടെയുള്ള ന്യൂക്ലിയോടൈഡുകളുടെ പേരാണ് ഏതാണ്? ACCAUGG എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ടാവാം. പക്ഷെ എപ്പോഴും ഉണ്ടാവണമെന്നും ഇല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സീക്വൻസ്, ഷോർട്ട് സീക്വൻസ് ഉണ്ട്. അങ്ങനെയുള്ള സീക്വൻസിന് ഒരു പേരും ഇട്ടിട്ടുണ്ട്, കൊസാക്ക് കൺസെൻസസ് എന്ന് പറഞ്ഞു. കൊസാക്ക് കൺസെൻസസ്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ ആലോചിച്ചോണം, ഇത് റിലേറ്റഡ് വിത്ത് യൂക്കാരിയോട്ട് ആണ് എന്ന് ഓർത്തോണം. Once the complex is positioned over the smaller subunit, എവിടെയാണ് positioned over the initiation codon, initiation codonന്റെ AUG, അവിടെ ഇവരെത്തിക്കഴിഞ്ഞാൽ, ആരെത്തിക്കഴിഞ്ഞാൽ ഈ സ്മോളർ സബ് യൂണിറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാർജർ സബ് യൂണിറ്റ് വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലാർജർ സബ് യൂണിറ്റ് വരും. അതിന്റെ പേരാണ് 60S. The larger ribosomal subunit binds over to the initiation, the smaller subunit as well as the messenger RNA. Messenger RNA-യുടെയും സ്മോളർ സബ് യൂണിറ്റിന്റെയും മുകളിലായിട്ട് ഈ ലാർജർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 60S subunit placed over to these two, and now this ribosome is considered as 80S. ഇപ്പം നമ്മൾ 40നെയും 60നെയും കൂടെ കൂട്ടി 80S എന്നാണ് പറയുന്നത്. അവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതെന്താണ് അതിന്റെ കാരണം എന്നറിയാമോ? What is the reason or why the 40 and 60 together, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get only 80S? Why? What is the reason? എന്താണെന്ന് ആലോചിക്കണം, നോക്കണം. എന്നിട്ട് അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരു അസൈൻമെന്റ് ഞാൻ ഇടും. അത് അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചേക്കണം. So this is the initiation complex, a step that requires the hydrolysis of GTP and leads to the release of several initiation factors. അപ്പൊ ഇതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എന്താണ്? ഇനിഷ്യേഷൻ ഫാക്ടേഴ്സിനെ ഒക്കെ GTP കൊണ്ട് ഹൈഡ്രോളിസിസ് നടത്തി ഇതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയും. ആൻഡ് വൈ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിമൂവൽ ഓഫ് ദ ഇനിഷ്യേഷൻ കോംപ്ലക്സ്? All those initiation complex are only needed for the initiation, only for the recognition of the specific site, the initiation unit or the AUG. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റൈബോസോമൽ സ്മോളർ സബ് യൂണിറ്റിന് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് അവിടെ the first tRNA along with the methionine that also to be coming to this position. All these കോംപ്ലക്സസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ് യൂണിറ്റ്സുകളൊക്കെ ഒരുമിച്ച് അവിടെ വരണമെങ്കിൽ ഇതുപോലെയുള്ള കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇനിഷ്യേഷൻ ഫാക്ടേഴ്സ് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇനിഷ്യേഷൻ എന്നുള്ള പേര് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനിഷ്യേറ്റർമാരെ പിന്നെ എന്തിനാവശ്യമില്ല? കണ്ടിന്യൂവേഷന് ആവശ്യമില്ല. സോ ദർ ഇസ് എ നീഡ് ഓഫ് റിമൂവൽ ഓഫ് ഓൾ ദീസ് ഇനിഷ്യേഷൻ ഫാക്ടേഴ്സ് അലോങ് വിത്ത് ദ GTP എന്തിനാണ്? ഇവരെ റിമൂവ് ചെയ്യിക്കാനായിട്ട് ഹൈഡ്രോളിസിന് വേണ്ടിയിട്ട് വരുന്നതാണ്. അവരും ഇതിന്റെ കൂട്ടത്തില് GDP ആയിട്ട് മാറിപ്പോകും. സോ ദിസ് ഈസ് ദ ടൈം ഓഫ് സ്റ്റാർട്ട് ഓർ ദ ഇനിഷ്യേഷൻ ഓഫ് ദ യൂക്കാരിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഇതിനെയാണ് യൂക്കാരിയോട്ടിക് ട്രാൻസ്ലേഷന്റെ ഇനിഷ്യേഷൻ പ്രോസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഇലോങ്ങേഷൻ പഠിക്കാം.